Welcome all. In this video, I am going to explain LIFO method of material pricing. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട FIFO മെത്തേഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് LIFO മെത്തേഡ്. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽസ് റിസീവ് ലാസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. നമ്മളുടെ സ്റ്റോറിലേക്ക് ലാസ്റ്റ് നമ്മൾ റിസീവ് ചെയ്ത മെറ്റീരിയൽസിനെ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു. ദിസ് മെത്തേഡ് അസ്യൂംസ് ദാറ്റ് മെറ്റീരിയൽസ് ആർ ഇഷ്യൂ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദി റിവേഴ്സ് ഓർഡർ ഓഫ് പർച്ചേസസ്. ഓക്കെ, നമ്മൾ സ്റ്റോറിലേക്ക് ഏത് ഓർഡറിലാണോ മെറ്റീരിയൽസ് റിസീവ് ചെയ്തത് അതിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളുടെ സ്റ്റോറിലേക്ക് ഏറ്റവും ലാസ്റ്റ് ഡേറ്റിൽ വന്ന മെറ്റീരിയൽ, ഏറ്റവും ലാസ്റ്റ് ഡേറ്റിൽ നമ്മൾ സ്റ്റോറിലേക്ക് വന്ന ലോട്ട് ഏതാണോ അതിൽ നിന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോർസ് ലെഡ്ജറിൽ പ്രൈസും എൻ്റർ ചെയ്യുന്നുണ്ട്. ആ പ്രൈസ് എന്ന് പറയുന്നത് ഏത് പ്രൈസിനാണോ ആ ഒരു പർട്ടിക്കുലർ ലോട്ട് നമ്മൾ സ്റ്റോറിലേക്ക് റിസീവ് ചെയ്തത് ആ പ്രൈസിന് തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു ലോട്ട് കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റഡ് ആയി കഴിയുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ഡേറ്റിൽ വന്ന ലോട്ട് നമ്മൾ ഇഷ്യൂവിന് വേണ്ടിയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോഴും പ്രൈസ് അത് തന്നെയാണ്. നമ്മൾ ഏത് പ്രൈസിനാണോ ആ ഒരു പർട്ടിക്കുലർ ലോട്ട് നമ്മൾ സ്റ്റോറിലേക്ക് റിസീവ് ചെയ്തത് ആ പ്രൈസിന് തന്നെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതായിട്ട് സ്റ്റോർസ് ലെഡ്ജറിൽ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, under this method, the price of the last purchase is used for pricing the materials until the entire quantity from the lot is used up. After this, the price of the just previous purchase lot becomes the issue price. Okay, നമുക്ക് നേരെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇതൊന്നുകൂടി ക്ലിയർ ആവും. The following details are regarding the receipts and issues of a material. On 2019 January 1st, balance 250 units at the rate ₹10, and on January 5th, issued 150 units. And on 8th, received 300 units at the rate ₹15. And on 13th, issued 200 units. On 18th, received 100 units at the rate ₹12. And on 25th January, issued 200 units. And on 30th, received 400 units at the rate ₹10. And on 31st, issued 200 units. അപ്പോൾ നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ റെസീപ്റ്റ്സ് ആൻഡ് ഇഷ്യൂ ട്രാൻസാക്ഷൻസ് ആണ് ജനുവരിയിലെ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാനുള്ളത് സ്റ്റോർസ് ലെഡ്ജറാണ്. നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ലിഫോ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നോക്കാനുള്ളത് ലിഫോ മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ സ്റ്റോർസ് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് വരച്ചിട്ടുണ്ട്. ഫോർമാറ്റ് വരയ്ക്കാൻ നമുക്കറിയാം, നമ്മൾ ഫിഫോ മെത്തേഡിൽ കണ്ടതാണ്. നമുക്കിനി ക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ January 1st, ബാലൻസ് 250 യൂണിറ്റ്സ് അറ്റ് റേറ്റ് ₹10. ഓക്കെ, അപ്പോൾ ഇവിടെ മെറ്റീരിയലിൻ്റെ റിസീപ്റ്റ് എന്നോ ഇഷ്യൂ എന്നോ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ബാലൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. January 1st നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്, അതായത് സ്റ്റോറിലിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് ആണ് ഈ 250 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് December 31st ക്ലോസിംഗ് ബാലൻസ് ആയിരുന്നു, അതാണ് January 1st ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അതിൽ ഓരോ യൂണിറ്റിനും നമ്മൾ സ്റ്റോറിലേക്ക് റിസീവ് ചെയ്തത് ₹10 വെച്ചിട്ടാണ്. ഓക്കെ, ഇത് ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റെസീപ്റ്റ് സൈഡിലല്ല കാണിക്കുന്നത്, നേരെ ബാലൻസ് കോളത്തിലേക്കാണ് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്റ്റോർസ് ലെഡ്ജറിൻ്റെ ബാലൻസ് കോളത്തിലേക്ക് പോകാം. ആദ്യം ചെയ്യേണ്ട കാര്യം ഡേറ്റ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. 2019 January 1st. ഓക്കെ, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 250 യൂണിറ്റ്സ് ആണ്. ഓക്കെ, സോ ക്വാണ്ടിറ്റി കോളത്തിൽ 250 ആൻഡ് ദ റേറ്റ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു, റേറ്റ് ഈസ് ₹10. ഓക്കെ, റേറ്റ് കോളത്തിൽ 10 ആൻഡ് ദെൻ എമൗണ്ട് 250 × 10. ഓക്കെ, 2500 എന്ന് വരും. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ January 5th, ഇഷ്യൂഡ് 150 യൂണിറ്റ്സ്. January 5th 150 യൂണിറ്റ്സ് നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഇഷ്യൂവിൻ്റെ ഒരു സിറ്റുവേഷൻ എപ്പോൾ വന്നാലും നമ്മൾ ആദ്യം നോക്കേണ്ടത് അത്രയും ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യാനുള്ള ബാലൻസ് നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റോറിൽ ഒരു 250 യൂണിറ്റ്സിൻ്റെ ഒരു ലോട്ട് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കതിൽ നിന്ന് ഇഷ്യൂ ചെയ്യേണ്ടത് 150 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇഷ്യൂ കോളത്തിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡേറ്റ് എടുത്ത് എഴുതാം. ഡേറ്റ് ഈസ് January 5th, ക്വാണ്ടിറ്റി കോളത്തിൽ 150. 250 യൂണിറ്റ്സിൻ്റെ ലോട്ടിൽ നിന്നാണ് നമ്മൾ 150 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. സോ അതിൻ്റെ തന്നെ റേറ്റ് ദാറ്റ് ഈസ് 10 ആൻഡ് ദി എമൗണ്ട് ഈസ് 150 × 10. ഓക്കെ, 150 × 10 1500 എന്ന് വരും. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാലൻസ് കോളം എഴുതുക എന്നുള്ളതാണ്. ബാലൻസ് കോളം എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, അവിടെ ഓൾറെഡി ഒരു 250 യൂണിറ്റ്സിൻ്റെ ലോട്ട് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ 150 യൂണിറ്റ്സിൻ്റെ ലോട്ട് January 5th ഇഷ്യൂ ചെയ്തു. ഓക്കെ, 250ൽ നിന്ന് 150 ഇഷ്യൂ ചെയ്തു. സോ ബാലൻസ് ഉള്ള 100 യൂണിറ്റ്സ്, 100 യൂണിറ്റ്സ് വരുന്നത് ഇങ്ങനെയാണ്. അവിടെ 250 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 150 നമ്മൾ ഇഷ്യൂ ചെയ്തു. ബാലൻസ് ഉള്ള 100 യൂണിറ്റ്സ്, അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. ഓക്കെ, ആൻഡ് ദി എമൗണ്ട് ഈസ് 100 × 10. ഓക്കെ, 1000 എന്ന് വരും. ദ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ January 8th, റിസീവ് 300 യൂണിറ്റ്സ് അറ്റ് റേറ്റ് ₹15. ഓക്കെ, 300 യൂണിറ്റ്സ് നമ്മൾ സ്റ്റോറിലേക്ക് റിസീവ് ചെയ്തിരിക്കുകയാണ്.
അതിലെ ഓരോ യൂണിറ്റിനും 15 വെച്ചിട്ടാണ് നമ്മൾ പേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെറ്റീരിയൽ സ്റ്റോറിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജറിന്റെ റിസീവ്സ് കോളത്തിലാണ് കാണിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഡേറ്റ് എടുത്ത് എഴുതാം. ഡേറ്റ് ഈസ് January 8. റിസീവ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 300 യൂണിറ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് ക്വാണ്ടിറ്റി കോളത്തിൽ കാണിക്കാം 300 ആൻഡ് ദ റേറ്റ് ഈസ് ₹15. ഓക്കെ, റേറ്റ് കോളത്തിൽ 15 ആൻഡ് ദി എമൗണ്ട് ഈസ് 300 ഇൻറ്റു 50. ഓക്കെ, 4500 എന്ന് വരും. ഇനി January 8 വേറൊരു ട്രാൻസാക്ഷൻ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടില്ല. സോ നമുക്ക് നേരെ ബാലൻസ് കോളത്തിലേക്ക് പോകാം. ബാലൻസ് കോളം എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, അവിടെ ഓൾറെഡി ഒരു 100 യൂണിറ്റ്സിന്റെ ലോട്ട് അവൈലബിൾ ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് ബ്രോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 100 യൂണിറ്റ്സ് 10,000 ആൻഡ് ദെൻ January 8 നമ്മൾ റിസീവ് ചെയ്ത 300 യൂണിറ്റ്സ്. ഓക്കെ, 300 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് 15, 4500. ഓക്കെ, അങ്ങനെ January 8 നമ്മുടെ സ്റ്റോറിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ January 13 ഇഷ്യൂ 200 യൂണിറ്റ്സ്. ഓക്കെ, നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യണം. ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്യൂൻ്റെ ഒരു സിറ്റുവേഷൻ എപ്പോൾ വരുവാണെങ്കിലും നമ്മൾ ആദ്യം നോക്കേണ്ടത് അത്രയും ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റോറിൽ 2 ഡിഫറെൻറ്റ് ലോട്ട്സ് അവൈലബിൾ ആണ്. 100 യൂണിറ്റ്സ് അറ്റ് റേറ്റ് ₹10, അതുപോലെ തന്നെ 300 യൂണിറ്റ്സ് അറ്റ് റേറ്റ് ₹15. ഈ 2 ഡിഫറെൻറ്റ് ലോട്ട്സ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റും ഡിഫറെൻ്റ് ആണ്. ഇനി ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ലിഫോ മെത്തേഡാണ്. ദാറ്റ് മീൻസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഈ ബാലൻസ് കോളം നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ 2 ലോട്ടിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റോറിലേക്ക് റിസീവ് ചെയ്തത് ഈ 300 യൂണിറ്റ്സിൻ്റെ ലോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്, 300 യൂണിറ്റ്സിൻ്റെ ലോട്ടിൽ നിന്ന് അതാണ് നമ്മളുടെ സ്റ്റോറിലേക്ക് നമ്മൾ ലാസ്റ്റ് റിസീവ് ചെയ്തത്. അതിൽ നിന്നാണ് നമ്മൾ ഈ 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ റീസൺ ഇതാണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലിഫോ മെത്തേഡാണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. ആദ്യം നമുക്ക് ഡേറ്റ് എടുത്ത് എഴുതാം. ഡേറ്റ് ഈസ് January 13. നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 200 യൂണിറ്റ്സ് ആണ്. ഓക്കെ, സോ ക്വാണ്ടിറ്റി കോളത്തിൽ 200. നമ്മൾ 300 യൂണിറ്റ്സിൻ്റെ ലോട്ടിൽ നിന്നാണ് 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ആ ലോട്ടിൻ്റെ തന്നെ പ്രൈസ് അല്ലെങ്കിൽ റേറ്റ് ദാറ്റ് ഈസ് 15. നമുക്ക് എടുത്ത് എഴുതാം. റേറ്റ് കോളത്തിൽ 15 ആൻഡ് ദി എമൗണ്ട് ഈസ് 200 ഇൻറ്റു 15. ഓക്കെ, 200 ഇൻറ്റു 15 3000 എന്ന് വരും. ഇനി ആ ഒരു ഡേറ്റിലും വേറെ ട്രാൻസാക്ഷൻ ഒന്നും നമുക്ക് തന്നിട്ടില്ല. സോ നമുക്ക് നേരെ ബാലൻസ് കോളത്തിലേക്ക് പോവാം. ബാലൻസ് കോളം എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, അവിടെ ഓൾറെഡി ഒരു 100 യൂണിറ്റ്സിൻ്റെ ലോട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മൾ എടുത്തിട്ടേ ഇല്ല. ഈ ഒരു ലോട്ട് നമ്മളുടെ സ്റ്റോറിൽ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ആദ്യം ബ്രോ ഡൗൺ ചെയ്യാം. 100 യൂണിറ്റ്സ് 10,000. ഓക്കെ, പിന്നെ ഉണ്ടായിരുന്നു 300 യൂണിറ്റ്സിൻ്റെ ലോട്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തത്. ഓക്കെ, 300 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 200 ഇഷ്യൂ ചെയ്തു. സോ ബാലൻസ് ഈസ് 100 യൂണിറ്റ്സ്. ഈ 100 യൂണിറ്റ്സ് വരുന്നത് ഇങ്ങനെയാണ്, 300 മൈനസ് 200. ഓക്കെ, അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 15 തന്നെയാണ്. ആൻഡ് ദി എമൗണ്ട് ഈസ് 1500. ഓക്കെ, January 5 നമ്മളൊരു ഇഷ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തില്ല. അതിന്റെ റീസൺ ഇതാണ്, അവിടെ ആകെ ഒരേ ഒരു ലോട്ട് മാത്രമായിരുന്നു അപ്പോൾ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ദാറ്റ് മീൻസ് 250 യൂണിറ്റ്സിന്റെ ഒരു ലോട്ട്. ഓക്കെ, അതിൽ നമ്മൾ 150 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. ബട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് സിറ്റുവേഷൻ മാറി, നമുക്ക് 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യണം. നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ സ്റ്റോറിൽ 2 ലോട്ട് അവൈലബിൾ ആയിരുന്നു. നമ്മളുടെ മെത്തേഡ് ലിഫോ മെത്തേഡ് ആയതുകൊണ്ട് അതിൽ ലാസ്റ്റ് വന്ന ലോട്ടിൽ നിന്ന് 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ January 18. ഓക്കെ, റിസീവ്ഡ് 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹12. ഓക്കെ, റിസീപ്റ്റ് ആണ്, നമ്മുടെ സ്റ്റോറിലേക്ക് മെറ്റീരിയൽസ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിസീപ്റ്റ്സ് കോളത്തിലാണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഡേറ്റ് എടുത്ത് എഴുതാം. ഡേറ്റ് ഈസ് January 18. ഓക്കെ, 100 യൂണിറ്റ്സ് ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റേറ്റ് ഈസ് 12. ഓക്കെ, ക്വാണ്ടിറ്റി കോളത്തിൽ 100, റേറ്റ് കോളത്തിൽ 12 ആൻഡ് ദി എമൗണ്ട് ഈസ് 1200. ഓക്കെ, 1200 വരുന്നത് ഇങ്ങനെയാണ്, 100 യൂണിറ്റ്സ് ഇൻറ്റു 12. ഇനി ആ ഒരു ഡേറ്റിലും വേറെ ട്രാൻസാക്ഷൻ ഒന്നും നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടില്ല. സോ നമുക്ക് നേരെ ബാലൻസ് കോളം എഴുതാം. ഓക്കെ, ബാലൻസ് കോളം എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, അവിടെ ഓൾറെഡി ഉള്ള ബാലൻസ് എല്ലാം തന്നെ നമ്മൾ ആദ്യം ബ്രോ ഡൗൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കുമ്പം അവിടെ 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10 ഒരു ലോട്ട് ഉണ്ട്. അതുപോലെ തന്നെ 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹15 അങ്ങനെയും ഒരു ലോട്ട് നമുക്ക് അവൈലബിൾ. അത് രണ്ടും നമുക്ക് ബ്രോ ഡൗൺ ചെയ്യാം. ആദ്യം 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10 and the amount is 1000. Next 100 units at the rate ₹15, 1500. ഓക്കെ, ഈ 2 ബാലൻസും നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു. ഇനി ചെയ്യേണ്ടത് January 18 നമ്മൾ റിസീവ് ചെയ്ത ഈ 100 യൂണിറ്റ്സും കൂടി ബാലൻസ് കോളത്തിൽ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 100 യൂണിറ്റ്സ് ₹12 and the amount is 1200. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ January 25. ഇഷ്യൂ 200 യൂണിറ്റ്സ്. ഓക്കെ, January 25 നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. ഇഷ്യൂ ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്യൂ കോളത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്യൂൻ്റെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അത്രയും ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യാനുള്ള
മെറ്റീരിയൽ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ 3 ഡിഫറെൻറ്റ് ലോഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ, 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10, 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹15, 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹12. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇഷ്യൂ ചെയ്യേണ്ടത് 200 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള മെറ്റീരിയൽ നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇനി അടുത്ത് നോക്കേണ്ടത് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലിഫോ മെത്തേഡാണ്. ലിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ലാസ്റ്റ് നമ്മുടെ സ്റ്റോറിലേക്ക് വന്ന മെറ്റീരിയലിനെ നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ ബാലൻസ് കോളത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഈ 3 ലോട്ട്സിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റോറിലേക്ക് റിസീവ് ചെയ്തത് ഈ 100 യൂണിറ്റ്സിൻ്റെ ലോട്ടാണ്. ഓക്കെ, 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹12 ആണ്. ദാറ്റ് മീൻസ് അത് നമ്മൾ റിസീവ് ചെയ്തത് ജാനുവരി 18 അതാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റോറിലേക്ക് റിസീവ് ചെയ്ത ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ആദ്യം ഇഷ്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഡേറ്റ് എടുത്ത് എഴുതാം. ഡേറ്റ് ഈസ് ജാനുവരി 25. നമുക്കിവിടെ ഇഷ്യൂ ചെയ്യേണ്ട 200 യൂണിറ്റ്സ് ആണ്. അതിലെ 100 യൂണിറ്റ്സ് നമുക്ക് ഈ ലാസ്റ്റ് വന്ന ലോട്ടിൽ നിന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് എടുത്ത് എഴുതാം. ക്വാണ്ടിറ്റി കോളത്തിൽ 100. ഓക്കെ, റേറ്റ് ഈസ് 12 ആൻഡ് ദി എമൗണ്ട് ഈസ് 1200. ഇനി നമുക്കൊരു 100 യൂണിറ്റ്സും കൂടി വേണം. ആ 100 യൂണിറ്റ്സ് വരുന്നത് ഇങ്ങനെയാണ്. 25ന് നമുക്ക് 200 യൂണിറ്റ്സ് ആയിരുന്നു ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്നത്. അതിലെ 100 യൂണിറ്റ്സ് നമ്മൾ ലാസ്റ്റ് വന്ന ലോട്ടിൽ നിന്ന് എടുത്തു. ഇനി ഒരു 100 യൂണിറ്റ്സും കൂടി. ഓക്കെ, അപ്പോൾ 100 വരുന്നത് ഇങ്ങനെയാണ്. 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യണമായിരുന്നു. അതിലെ 100 നമ്മൾ ഇപ്പോൾ എടുത്തു. ഇനി ബാലൻസ് ഉള്ള 100 യൂണിറ്റ്സ് അത് നമ്മൾ ഈ ഒരു ലോട്ടിൽ നിന്ന് ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഈ 100 യൂണിറ്റ്സിന്റെ ലോട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. പിന്നെ 2 100 യൂണിറ്റ്സിന്റെ ലോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് റിസീവ് ചെയ്തത് ഈ 100 യൂണിറ്റ്സിന്റെ ലോട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ലോട്ടാണ് നമ്മൾ ഇപ്പോൾ ഇഷ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. സോ റേറ്റ് ഈസ് 15. ഓക്കെ, ആൻഡ് ദി എമൗണ്ട് ഈസ് 1500. ഇനി ബാലൻസ് കോളം എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, ജാനുവരി 18 നമ്മുടെ സ്റ്റോറിൽ 3 ഡിഫറെൻറ്റ് ലോഡ്സ് അവൈലബിൾ ആയിരുന്നു. അതിൽ നിന്ന് ലാസ്റ്റ് നമ്മൾ റിസീവ് ചെയ്ത 100 യൂണിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്തു. അതിന് തൊട്ട് മുമ്പ് നമ്മൾ റിസീവ് ചെയ്ത 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹15 അതും നമ്മൾ ഇഷ്യൂ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റോറിൽ ഇനി ഈ 2 ലോട്ടും അവൈലബിൾ അല്ല. ആ 2 ലോട്ടും നമ്മൾ സ്റ്റോറിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ 25ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റോറിലെ ബാലൻസ് ആയിട്ടുള്ളത് ഈ 100 യൂണിറ്റ്സ് മാത്രമാണ്. ഓക്കെ, 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10, 1000. ഓക്കെ, അത് നമുക്ക് ബ്രോഡ് ഡൗൺ ചെയ്യാം. 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10 and the amount is 1000. Okay, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ ജാനുവരി 30. റിസീവ്ഡ് 400 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10. ഓക്കെ, നമ്മുടെ സ്റ്റോറിലേക്ക് മെറ്റീരിയൽസ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുകയാണ്. മെറ്റീരിയൽസ് വന്നിരിക്കുകയാണ്. 400 യൂണിറ്റ്സ് ആണ്. ഓക്കെ, റിസീപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റിസീപ്റ്റ്സ് കോളത്തിലാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഡേറ്റ് എടുത്ത് എഴുതാം. ജാനുവരി 30. ഓക്കെ, ക്വാണ്ടിറ്റി കോളത്തിൽ 400 യൂണിറ്റ്സ് ആണ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, റേറ്റ് കോളത്തിൽ 10 ആൻഡ് ദി എമൗണ്ട് ഈസ് 4000. 4000 വരുന്നത് ഇങ്ങനെയാണ്, 400 യൂണിറ്റ്സ് ഇൻറ്റു 10. ഇനി ആ ഒരു ഡേറ്റിന് വേറെ ട്രാൻസാക്ഷനൊന്നും നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടില്ല. സോ നമുക്ക് നേരെ ബാലൻസ് കോളത്തിലേക്ക് പോകാം. ബാലൻസ് കോളം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി ഒരു 100 യൂണിറ്റ്സിൻ്റെ ലോട്ട് അവൈലബിൾ ആണ്. നമ്മളത് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. 100 യൂണിറ്റ്സ് 10,000. ഓക്കെ, ഇനി അതിന് താഴെയായിട്ട് വേണം നമ്മൾ 30ന് റിസീവ് ചെയ്ത 400 യൂണിറ്റ്സ് കാണിക്കാനായിട്ട്. ഓക്കെ, 400 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10 ആൻഡ് ദി എമൗണ്ട് ഈസ് 4000. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ ജാനുവരി 31. ഇഷ്യൂ 200 യൂണിറ്റ്സ്. ഓക്കെ, നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് 200 യൂണിറ്റ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തു. ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ ഇഷ്യൂ കോളത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്യൂൻ്റെ ഒരു സിറ്റുവേഷൻ എപ്പോൾ വന്നാലും നമ്മൾ ആദ്യം നോക്കേണ്ടത് അത്രയും ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ 2 ഡിഫറെൻറ്റ് ലോഡ്സ് അവൈലബിൾ ആണ്. 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10 ആൻഡ് 400 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10. അപ്പോൾ നമുക്ക് 200 യൂണിറ്റ്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇനി നോക്കേണ്ടത് നമ്മളുടെ മെത്തേഡാണ്. നമ്മളുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലിഫോ മെത്തേഡാണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 ലോട്ടിൽ ഏതാണോ ലാസ്റ്റ് വന്ന ലോട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ബാലൻസ് കോളം എഴുതുന്നതിന് ആ വരുന്നതിൻ്റെ ഓർഡറിലാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്താണ്, 400 യൂണിറ്റ്സിൻ്റെ ലോട്ടാണ് നമ്മൾ ലാസ്റ്റ് റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് റിസീവ് ചെയ്തിട്ടുള്ള 400 യൂണിറ്റ്സിൻ്റെ ലോട്ടിൽ നിന്നാണ്. ആ ലോട്ട് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത് ജാനുവരി 30നാണ്. നമുക്ക് ആദ്യം ഡേറ്റ് എടുത്ത് എഴുതാം. ഡേറ്റ് ഈസ് ജാനുവരി 31. ഓക്കെ, നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 200 ആണ്. ഓക്കെ, നമ്മൾ 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യുകയാണ്. അത് നമ്മൾ 400 യൂണിറ്റ്സിൻ്റെ ഈ ലോട്ടിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, ആൻഡ് എമൗണ്ട് ഈസ് 2000. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് കോളത്തിലേക്ക് പോകാം. ബാലൻസ് കോളം എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, അവിടെ 2 ലോട്ട് അവൈലബിൾ ആയിരുന്നു. നമ്മൾ ഈ 400 യൂണിറ്റ്സിൻ്റെ ലോട്ടിൽ നിന്നാണ് 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തത്. സോ നമ്മൾ ഈ 100 യൂണിറ്റ്സിൻ്റെ ലോട്ട് എടുത്തിട്ടേ ഇല്ല. അതിപ്പോഴും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആദ്യം നമുക്ക് അത് ബ്രോഡ് ഡൗൺ ചെയ്യാം. 100 യൂണിറ്റ്സ് 10,000. ഓക്കെ, അത് ഇത് തന്നെയാണ്. നെക്സ്റ്റ് 400 യൂണിറ്റ്സിൻ്റെ ഒരു ലോട്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തത്. സോ ബാലൻസ് 200 യൂണിറ്റ്സ്. ആ ബാലൻസ് 200 യൂണിറ്റ്സ് വരുന്നത് ഇങ്ങനെയാണ്. 400 യൂണിറ്റ്സിൻ്റെ ഒരു ലോട്ട് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 200 യൂണിറ്റ്സിൻ്റെ ഒരു ലോട്ട് 31ന് നമ്മൾ ഇഷ്യൂ ചെയ്തു. സോ 400 - 200
ബാലൻസ് ഉള്ള 200 യൂണിറ്റ്സ് അതിപ്പോൾ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. ഓക്കെ, ആൻഡ് എമൗണ്ട് ഈസ് 2000 വരുന്ന ഇങ്ങനെയാണ് 200 യൂണിറ്റ്സ് ഇൻറ്റു 10. അങ്ങനെ നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജറിൽ January 1 to January 31 വരെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എൻട്രി ചെയ്ത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, January 31 ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ബാലൻസ് കോളത്തിലേക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ബാലൻസ് കോളത്തിൽ നോക്കുമ്പോൾ 2 ഡിഫറെൻറ്റ് ലോഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ, 100 യൂണിറ്റ്സ് അറ്റ് the rate ₹10, അതുപോലെ തന്നെ 200 യൂണിറ്റ്സ് അറ്റ് the rate ₹10. അത് നമ്മൾ എപ്പോഴും സ്റ്റോഴ്സ് ലെഡ്ജർ ക്ലോസ് ചെയ്തതിന് ശേഷം അതിന് താഴെയായിട്ട് എടുത്ത് കാണിക്കേണ്ടതാണ്. ഇവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ 100 യൂണിറ്റ്സ് അറ്റ് the rate ₹10 ഈക്വൽ ₹1000, 200 യൂണിറ്റ്സ് അറ്റ് the rate ₹10 ഈക്വൽ ₹2000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലിഫോ മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് ഒരു സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. താങ്ക് യു.